ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റിക്കണ പോലെ തോന്നും. ഞാൻ ഫുള്ളൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ജനലൊക്കെ തുറന്നിട്ട് ബെഡ്ഷീറ്റ് നീറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ഉമ്മ അവിടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, മോള് പോയിട്ട് ഇതാക്കിയാൽ മതി, കുക്ക് ചെയ്യണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും റൂമിലേക്ക് വന്ന് ബെഡ്ഷീറ്റ് നീറ്റാക്കി ഓക്കെ പില്ലോ കവറൊക്കെ ഇട്ട് അങ്ങനെ സെറ്റാക്കിയിരിക്കുകയാണ് ഗായ്സ്. നോർമലി എൻ്റെ ഇക്കനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കിത് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഇക്കാനെ മിസ് ചെയ്യലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അടിച്ചോറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിച്ചോറിൽ എനിക്കിഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അടിച്ചോരിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചോരലൊക്കെ കഴിഞ്ഞ് എൻ്റെ റൂമൊന്നിങ്ങനെ നോക്കുമ്പോൾ ഇത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഈ സ്റ്റെപ്പൊന്നും ഞാൻ എപ്പോഴും അടിക്കാറില്ല കേട്ടോ. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അടിച്ചതാണ്. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ അടിക്കുള്ളൂ, ഡെയിലി ഒന്നും അടിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ഹാളിൽ വന്ന് സോഫയുടെ വീഡിയോ ഒക്കെ നീറ്റാക്കി ഒരടിച്ചോല് കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കണ കാര്യം. അപ്പോൾ ശരി, നിങ്ങളെ കാണിക്കാൻ വീണ്ടും ഒന്ന് വെറുതെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഡ്രസ്സ് മടക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ തിരുമ്പിയ ഡ്രസ്സ് നിവർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സ് മടക്കലും ഏകദേശം കഴിയാനായി. അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി കഴിയാനായി. ഡ്രസ്സ് മടക്കാമെന്ന് പറഞ്ഞാൽ കുറേ ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. ആകെ എൻ്റെ ഉമ്മയുടെയും കുറച്ച് ഡ്രസ്സ് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു തുടക്കാമെന്ന്. അങ്ങനെ തുടക്കലാണ്. നിങ്ങൾ വിചാരിക്കണ്ടാകുമ്പോൾ ഇതാണോ തുടക്കൽ, ഇങ്ങനെയാണോ തുടക്കാമെന്നൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതാണ് തുടക്കൽ. ഞാൻ ഇങ്ങനെയാണ് തുടക്കാറുള്ളത്. എനിക്ക് തുടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഞാൻ അങ്ങനെയൊന്നും തുടക്കാറില്ല എൻ്റെ വീട്ടിൽ. പക്ഷേ ഇവിടെ ഞാൻ ഇടയ്ക്ക് തുടക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുടച്ച് വീഡിയോയ്ക്ക് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഗൈസ്. അങ്ങനെ റൂമും എല്ലാവിടെയും തുടച്ച് നീറ്റാക്കിയിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ ഹസ്ബൻഡ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയ കാര്യമാണ് ഇതേ ഫിഷ് എപ്പോഴും നീ ഇതിനെ നന്നായി നോക്കണം എന്നുള്ളത്. അപ്പോൾ ശരി, അതിൻ്റെ വെള്ളം മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു. നോർമലി എനിക്ക് മീനിനെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അതിനെ പിടിച്ച് കളിക്കുക. പിന്നെ ഞാൻ വെള്ളം മാറ്റൽ ഇങ്ങനെയാണ്. എനിക്കിത് ഫുള്ളും വെള്ളം നിറച്ച് ഇങ്ങനെ കൊണ്ടുവെക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാനിങ്ങനെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിക്കലാണ്. നോർമലി എപ്പോഴും വെള്ളം കുറയാറുണ്ട്, പക്ഷെ ഇന്ന് അധികം കൂടിപ്പോയി കേട്ടോ. അപ്പം അതിങ്ങനെ നോക്കുകയാണ്. കല്ലൊക്കെ സെറ്റ് കുറച്ച് വെള്ളമേ ഉള്ളൂ, പക്ഷെ എന്നാലും ഞാനതൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ മീനിനെ പിടിച്ച് അതിലേക്ക് ഇടണേൻ്റെ ഇടയിൽ ഒരു മീനിൻ്റെ നിലത്ത് വീണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് കണ്ടാൽ എന്നെ കൊല്ലും. പക്ഷെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അതിനെ പിടിച്ച് അതിലേക്ക് ഇട്ടു. അപ്പോഴാണ് ഗായ്സ് ഞാൻ തുടച്ച് നിലമാകെ വെള്ളമായി ഫുള്ളും. അപ്പോൾ ഞാൻ വീണ്ടും പിന്നെ മഫെടുത്ത് വീണ്ടും ഒരു തുടക്കൽ കഴിഞ്ഞു. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. കുളിച്ച് സുന്ദരിയായ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഗൈസ് നമ്മുടെ ജനലിൻ്റെ അവിടെ ഒരു പൂച്ചക്കള്ളൻ നമ്മുടെ സ്പീക്കർ നോക്കാൻ വന്നതാ. ഞാൻ വന്നപ്പോൾ അതെന്നെ കണ്ട് പേടിച്ചു പോയി. പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട ഒരു അക്വേറിയം എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ അങ്ങനെ വൈകുന്നേരമായി ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ എനിക്ക് എപ്പോഴും പതിവില്ലാത്തതാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഉമ്മയുടെ കൂടി ചായ കുടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പോഴാണ് ഹസ്ബൻഡിന് എന്നെ ഓർമ്മ വന്നിരിക്കണത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഞാൻ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് പോലും എനിക്ക് എൻ്റെ ഫാമിലിനെ അത്രയ്ക്ക് അങ്ങോട്ട് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഒരാളുള്ളതുകൊണ്ട് അങ്ങനെ മിസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് ഇവിടെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യലുണ്ട് കേട്ടോ. എന്നാലും ഓരോ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്ത് അങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.